അതെ, ചേച്ചിക്ക് വിഷമൊന്നുമില്ലോ അല്ലേ? എന്ത് വിഷമം? അല്ല ചേച്ചി, ഈ ആദ്യത്തെ 4 മാസം വളരെ ബുദ്ധിമുട്ടാന്ന് കേട്ടിട്ടുണ്ടല്ലോ, ശരിയാണോ ചേച്ചി? ശരിയാ. അല്ല, കുട്ടനെന്താ ഇതൊക്കെ അറിയണേ? തനിക്ക് 4 മാസം? അല്ലല്ല, എനിക്ക് ഗർഭിണികളെ കണ്ട അപ്പ ടെൻഷൻ ആവും. അതിന് തനിക്കെന്തിനാ ടെൻഷൻ? പറഞ്ഞ പോലെ എനിക്കെന്തിനാ ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാൻ ടെൻഷൻ അടിക്കുന്ന പ്രശ്നമില്ല. ഇനിയിപ്പോ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? കയ്യിൽ നിന്ന് പോയില്ലേ? വേണ്ടായിരുന്നു. ഇവനെന്താ പൊട്ടം കടിച്ചോ? Nancy darling, look what I bought for us. What is it? പഴമിടാനുള്ള തൊട്ടിയായിരിക്കും. Stupid. This is a cradle, man. തൊട്ടിലും തിരിച്ചറിയാത്ത തൊട്ടി. Go do your work, go. ഓ ഡാർലിംഗ്, എന്തിനാ ഇപ്പൊ ഇതൊക്കെ വാങ്ങിച്ചേ? മാസങ്ങൾ എത്ര കിടക്കുന്ന ബേബി വരാൻ? മാസങ്ങൾ will fly away, darling. One fine morning, baby in the തൊട്ടിൽ. അരി ഉഴുന്നും ഗ്രൈൻഡറിൽ അരച്ചാ പോരെ ആന്റി? പോരാ, പിന്നെ കല്ലെന്തിനാ? ആർക്കെങ്കിലും കാണാനോ? അരി ഉഴുന്നും കല്ലിൽ അരച്ചാലേ ഇഡ്ലി സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അങ്കിളിന് അതാ ഇഷ്ടം. ആ കൈസർ എടുത്ത് കുരയ്ക്കുന്നുണ്ട്. ആരാന്ന് നോക്കിയേ? കള്ള ചെക്കന്മാര് കറങ്ങി നടക്കുന്നേ പത്രത്തിലുണ്ടായിരുന്നു. അതെ, അവരുടെ വർത്താനം കേട്ട അർദ്ധരാത്രി നീ ഇങ്ങനെ പുറത്തിറങ്ങി നടന്ന് വല്ലം കണ്ട് പേടിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ കേട് നമ്മുടെ കുട്ടിക്കാ. ഒച്ച വെക്കില്ലേ, അവരാരും ഉറങ്ങിയിട്ടില്ല. എന്താ കയ്യില്? ഇത് കുറച്ച് ആപ്പിളും മുന്തിരിയൊക്കെയാ, കഴിച്ചോ. എനിക്കിതൊന്നും വേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, ഇതൊന്നും നിനക്ക് വേണ്ടിട്ടല്ല, ഈ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിന് വേണ്ടിട്ടാ. തൊട്ടിൽ വാങ്ങാൻ കാശ് കഴിഞ്ഞില്ല. തൊട്ടിലോ? എന്തിനാ എത്ര നേരത്തെ? Months will fly away. One fine day, our baby in the തൊട്ടിൽ. Cradle dear, cradle. സമയം കിട്ടുമ്പോഴൊക്കെ വായിച്ചു നോക്കണം. ഗർഭിണികൾ ഗർഭസമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് 101 ഗർഭിണികൾ എഴുതിയ മഹത് ഗ്രന്ഥമാണിത്. പ്രഗ്നൻസി ലെറ്റ്സ് ടു ചൈൽഡ് ബർത്ത്. വില വെറും 60 രൂപ മാത്രം. അതെ, തള്ളയുടെ കുര നിർത്താൻ പറ. ഒന്നുമില്ല ആന്റി, അത് പട്ടികൾ വെറുതെ കുരയ്ക്കുന്നതാ. ഇങ്ങനെ വാ പൊത്തല്ലേ എന്റെ മാലു. നീ ഒരു തവണ വാ പൊത്തിയതുകൊണ്ടാ നമ്മൾ പെരുവഴിയിലായത്. ഇനി കുട്ടം പറന്നിട്ട് വാ പൊത്തിയാ മതി. മാവ് ശരിക്കും അരിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അരച്ചരാം. വാ. ഇനി ഇമാതിരി കട്ടിയുള്ള പണിയൊക്കെ രാത്രിയിലത്തേക്ക് മാറ്റിവെച്ചാ മതി, ഞാൻ വന്ന് ചെയ്തോളാം. അച്ഛന്റെയും അമ്മയുടെയും ശ്രദ്ധയും ശുശ്രൂഷയൊക്കെ കിട്ടേണ്ട ഈ സമയത്ത് ഞാൻ കാരണം എന്നെ ശപിക്കണ്ടാവൂലേ? ഞാനോ? ഞാൻ സ്വപ്നത്തെ പോലെ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. എനിക്കറിയാം, ചിലപ്പോ വയറ്റിനകത്ത് കിടന്ന് നമ്മുടെ മോൻ എന്നെ ചേർത്ത് വിളിക്കണ്ടാവും, അവന്റെ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിന്. അപ്പൊ മോനാന്ന് ഉറപ്പിച്ചോ? മോനാ. അവൻ താമസിയാണ്ടിങ്ങെത്തും. അവന്റെ വരവിന് നല്ല കാശെലവുണ്ടാവും. റൊസാരിയുടെ അവിടുത്തെ പണി മാത്രം പോരാ, ഞാൻ വേറെ ചില പണികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അങ്കിൾ ചായ. പേസ്റ്റും ബ്രഷും ദാ ഇവിടെ വെക്കണ്ട. അവളെവിടെ? ആന്റി അമ്പലത്തിൽ പോയിരിക്ക. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട. ഞാൻ എന്നാ തുണി നനയ്ക്കാൻ പോയിക്കോട്ടെ? ഒന്നും വേണ്ടി വരില്ലല്ലോ? ഇല്ല. മരുന്ന് കഴിക്കാൻ പറഞ്ഞാ കേക്കില്ല. വെരി ബാഡ്, വെരി ബാഡ്.
അയ്യോ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ ഈ കുന്തം വലിക്കരുതെന്ന്. എവിടെ പോയി കിടക്കണ ഈ പെണ്ണ്? മാലതി, എന്റെ ദൈവമേ, എവിടെ മരുന്ന് കഴിച്ചില്ലേ നിങ്ങള്? നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾ കേൾക്കൂല. ഇങ്ങനെ ഉണ്ടോ സാധനം? ആന്റി, എടേ, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ തന്നെ നിക്കണോന്ന്. ഞാൻ അങ്കിളിനോട് ചോദിച്ചിട്ടാ പോയത്. തുണി നനയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ വന്നിട്ട് തുണി നനച്ചാൽ എന്താ? തുണി നനയില്ലേ? അഹങ്കാരി. സന്തോഷായി, തൃപ്തിയായി. മാഷ് ഹോം നേഴ്സ് എന്നും പറഞ്ഞ് ഇവളിവിടെ ആക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ കണ്ടീഷൻസ് വിളമ്പുമ്പോഴും എത്രയായാലും നിങ്ങളൊരു അമ്മയാണല്ലോ എന്നുള്ള ധൈര്യമായിരുന്നു എനിക്ക്. ഇവളിവിടെ സേഫ് ആണെന്നുള്ള വിശ്വാസമായിരുന്നു. ഓമനക്കുട്ട, എനിക്ക് പെട്ടെന്ന് വന്ന ദേഷ്യത്തില് വേണ്ട, ദുർഘടത്തിക്ക് ഇനിയും ദേഷ്യം വരാം. ചിലപ്പോ ഇതിനൊക്കെ കൂടുതൽ. എന്തായാലും ഇനി ഒരു പരീക്ഷണത്തിന് വയ്യ. മാലു, എന്തെടുക്കാനുള്ളത് വെച്ചെടുത്തോ. വാ പോവാം. ഇനി മുതൽ ഇതാണ് നമ്മുടെ കൊട്ടാരം. റോസാരിയോട് അടുത്ത് ജോലി ശരിയാക്കി തന്നാളാ ഈ വീട് കണ്ടുപിടിച്ചു തന്നത്. വീടെല്ലാം വൃത്തിയാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയ ശേഷം നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരാന്ന് കരുതിയത്. പക്ഷെ അപ്പോഴേക്കും ഐശ്വര്യമായിട്ട് വലുതാലും വെച്ച് കയറിക്കോളൂ. ഈ വീട് നമുക്ക് കിട്ടിയതിന് നമ്മൾ എ കെ ആന്റണിയോട് നന്ദി പറയണം. അതെന്താ? അങ്ങേര് ചാരായ നിർത്തലാക്കിയില്ലെങ്കില് ഈ വീട് നമുക്ക് കിട്ടില്ലായിരുന്നു. പഴയ ചാരായ ഷാപ്പാ. ഇനി വേണം നമുക്കിതൊരു വീടാക്കിയെടുക്കാൻ. ഏതോ ഒരു രവിവർമ്മയുടെ ചിത്രങ്ങൾക്കാ നമ്മൾ വെള്ളം പൂശണത്. അയ്യോ, ഇങ്ങനെ ഓടല്ലേ, നമ്മുടെ കുഞ്ഞ് കുഞ്ഞ്. ഞാൻ പിടിക്കാം. ഇതാ. എന്താ, അത്താഴം കഴിക്കണില്ലേ? വേണ്ട, നീ കഴിച്ചോ. എനിക്ക് നോയമ്പാ. എന്ത് നോയമ്പ്? തിങ്കളാഴ്ച നോയമ്പ്. അയ്യേ, അത് നല്ല ആണുങ്ങളെ കിട്ടാൻ പെൺകുട്ടികളെ നോക്കണ നോയമ്പാ. ഞാനും അതെ, നല്ല ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയാ നോയമ്പെടുക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും പെൺകുട്ടികൾ നോയമ്പ് നോറ്റ് ഈശ്വരനെ വിളിച്ച് ഇങ്ങനെ കരയുമ്പോ അതിന്റെ ഇടയിൽ ഒരു ആൺകുട്ടിയുടെ ശബ്ദം. അപ്പൊ ദൈവം. അപ്പോ ഞാനാണേ ഓമനക്കുട്ടൻ. എനിക്കൊരു നല്ല ആൺകുട്ടിയെ വേണം. അപ്പൊ മൂപ്പർക്ക് തോന്നും, പാവം, എത്ര നല്ല പയ്യൻ. ഇന്നാ പിടിച്ചോ വിശ്വവിഖ്യാതനായ ഒരു നല്ല ഓമനക്കുട്ടൻ. നമ്മൾ രക്ഷപ്പെട്ടില്ല എന്റെ മാലു. അവൻ തിരിയാനും അറിയാനൊക്കെ ശ്രമിക്കണ്ടോ? അതിനൊന്നും സമയമായിട്ടില്ല. ആ, ഇനി അഥവാ തിരിയണോന്ന് പറഞ്ഞാ അവനെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കണ്ട. നീ ഒന്ന് തിരിഞ്ഞിറങ്ങാ മതി. അതെ, ഇന്നാ നമ്മുടെ മനസ്സമാധാനത്തോടെയുള്ള ആദ്യ രാത്രി. ആദ്യ രാത്രിയാണെന്നും പറഞ്ഞ് ഓർക്കൊളിക്കണ്ട. നേരത്തെ കിടന്നോ. രാവിലെ പത്രപ്രവർത്തനത്തിന് പോണ്ടതല്ലേ. അയ്യേ, എന്തായി കാട്ടിനെ നാണമില്ലാണ്ട്? ഞാനേ എന്റെ ഓമനക്കുട്ടിന് ഉമ്മ വെച്ചത്, അല്ലാണ്ട് നിന്നെ അല്ലടി സുന്ദരി.